എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വാഴയ്ക്ക ഫ്രൈ ആണ്. ഇതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 2 വാഴയ്ക്കയാണ്. ഇതിൻ്റെ 2 സൈഡും കട്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് പീൽ ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് മീഡിയം സൈസിൽ റൗണ്ടായിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്ത വാഴയ്ക്ക കറുക്കാതിരിക്കാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുക. അടുത്തതായി ഒരു ബൗളിൽ 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ ജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കടലമാവും 1 ടീസ്പൂൺ ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വാഴയ്ക്കയിലെ വെള്ളം നന്നായി കളഞ്ഞതിന് ശേഷം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് മാറ്റി വെക്കാം. അടുത്തതായി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് വാഴയ്ക്കയുടെ പീസസ് ഓരോന്നായി ഇട്ട് കൊടുക്കുക. ഇത് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അടുത്തതായി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വാഴയ്ക്ക ഇട്ട് കൊടുത്ത് ഇതെല്ലാം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ വാഴയ്ക്ക ഫ്രൈ ഇപ്പോൾ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു വെറൈറ്റി ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.